ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? കേരളത്തിന്റെ ലോട്ടറി മഹാത്മ്യം, തുള്ളിക്കളിച്ച സ്വർണവും വെള്ളിയും, മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ, വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ, കാണാം ദിസ് നെക്സ്റ്റ്. ഭാഗ്യപരീക്ഷണങ്ങൾ സമ്മാനിക്കുന്ന ലോട്ടറികളുടെ ആകർഷണം എന്ത്? സമ്മാനത്തുകയിൽ നിങ്ങൾക്കെത്ര, സർക്കാരിനെത്ര? സംസ്ഥാനത്ത് ആഴ്ചയിൽ 7 ദിവസവും ലോട്ടറി നറുക്കെടുപ്പുണ്ട്. എല്ലാ ലോട്ടറികളുടെയും ഒന്നാം സമ്മാനം 1 കോടി രൂപയുമാണ്. അതേസമയം ഓണം, വിഷു, ക്രിസ്മസ്, പുതുവർഷം, സമ്മർ ബമ്പർ ലോട്ടറികൾക്ക് 10 മുതൽ 25 കോടി വരെയാണ് സമ്മാനത്തുക. ലക്ഷക്കണക്കിന് ലോട്ടറികളാണ് പ്രതിദിനം സംസ്ഥാനത്ത് ചെലവഴിക്കപ്പെടുന്നത്. കൂണുകൾ പോലെയാണ് സംസ്ഥാനത്ത് ലോട്ടറി കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഭാഗ്യം പരീക്ഷിക്കാൻ എത്തുന്നവർ കൂടുമ്പോൾ കച്ചവടത്തിലൂടെ ജീവിത വരുമാനം ഉയർത്തുകയാണ് മറ്റൊരു വിഭാഗം. ലോട്ടറി എടുക്കുന്നത് എല്ലാ പ്രായക്കാരും എടുക്കുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30-40 വയസ്സിൻ്റെ മുകളിലോട്ടുള്ളവരാണ് എടുക്കുന്നത്. അവരാണ് ഒരു 50 വയസ്സുള്ളവർ വരെയുള്ളവരൊക്കെയാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. പിന്നെ അതിൽ താഴെയുള്ള 20-25 വയസ്സിൻ്റെ താഴെയുള്ളവർ വരുന്ന ചിലപ്പോൾ കോളേജ് കുട്ടികൾ വരും, അല്ലാത്തവർ വരും. അവരൊക്കെ ഒരെണ്ണം ഒക്കെ എടുക്കുകയുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ പ്രായമുള്ളവർ വന്നാലും ഒരെണ്ണമൊക്കെ എടുക്കുകയുള്ളൂ. ഈ മിഡിൽ പ്രായക്കാർ വരുന്നവരാണ് കൂടുതലായിട്ട് ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്പറുകൾ കണക്കുകൂട്ടിയും ഇഷ്ട നമ്പറുകൾ തപ്പിയെടുത്തും ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. എന്നാൽ ഇത്തരത്തിലൊരു നമ്പർ അടിസ്ഥാനത്തിലല്ല നറുക്കെടുക്കുന്നതും സമ്മാനമടിക്കുന്നതും. പാറ്റേൺ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ നമ്മളൊരു സെറ്റ് ലോട്ടറി 12 ലോട്ടറി ഇരിക്കുകയാണെങ്കിൽ ഓരോന്നോരോന്ന് മറിച്ച് നോക്കും. മറിച്ച് നോക്കിയിട്ട് അവർക്കതിൻ്റെ ഇഷ്ടപ്പെട്ട ലെറ്റേഴ്സ് ഏതാണെന്ന് ഇഷ്ടപ്പെട്ട ലെറ്റർ നോക്കി എടുക്കും. ചെറുപ്പക്കാർ പിള്ളേർ വന്നു കഴിഞ്ഞാൽ. പിന്നെ ബാക്കിയുള്ളൊരു പ്രായമായ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റിങ് തരാൻ പറയത്തുള്ളൂ. നമ്മളത് കൊടുക്കുന്ന വാങ്ങിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ സാധാരണയായിട്ട്. പ്രത്യേക നമ്പറുകൾക്കോ നേരത്തെ സമ്മാനം ലഭിച്ച പരമ്പരകളുടെ തുടർച്ചയ്ക്കോ ലോട്ടറി നറുക്കെടുപ്പിൽ യാതൊരു സാധ്യതയുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. മറ്റു ചിലരാകട്ടെ ഏതെങ്കിലും പ്രത്യേക ജില്ലയിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത ശക്തമാണെന്ന് വിശ്വസിച്ച് ആ ജില്ലയിൽ നിന്നുള്ള ടിക്കറ്റിനായി പരക്കം പായുന്നു. പാലക്കാട് ജില്ലയാണ് ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണം. എന്നാൽ ഏതെങ്കിലും ഒരു ജില്ലയ്ക്ക് മാത്രമായി ലോട്ടറി നറുക്കെടുപ്പിൽ അധിക സാധ്യത ഒന്നും തന്നെയില്ല. ഓണം ബമ്പർ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഒരു പ്രൈസിലും വീണിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. അവിടെ ഒരു 10,000 വീണിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ 5,000 വീണിട്ടുണ്ടോ, 1,00,000 വീണിട്ടുണ്ട്, ആ കടയിൽ നിന്ന് തന്നെ കൂടുതൽ എടുക്കണമെന്നുള്ള കണക്കൂട്ടിൽ ആൾക്കാർ അതനുസരിച്ച് വന്നുകൊണ്ട് ഇരിക്കും. കൂടുതലായിട്ട് ഒരു ബമ്പർ എടുക്കാൻ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ വന്നിരിക്കും. ഇപ്പം നമുക്ക് പൂജാ ബമ്പർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ തൊട്ടേ പൂജാ ബമ്പറിന് നല്ലൊരു സ്റ്റൈലുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസം 11-ാം തീയതിയാണ് നമുക്ക് അടുത്ത മാസം 22-ാം തീയതിയാണ് ബമ്പറിൻ്റെ നറുക്കെടുപ്പ്. എങ്കിൽ പോലും ഇപ്പോൾ തൊട്ട് വന്നന്ന് തൊട്ട് ലോട്ടറി നമുക്ക് ചിലവാകുന്നുണ്ട്. അമിതമായി ലോട്ടറി എടുക്കുന്നവരുമുണ്ട്. അതോടൊപ്പം തന്നെ ലോട്ടറിയോട് കടുത്ത എതിർപ്പുള്ളവരും ഉണ്ടാകും. യഥാർത്ഥത്തിൽ ലോട്ടറി എടുക്കുന്നത് വലിയ തെറ്റല്ലെങ്കിലും ഇതിന് അടിമപ്പെട്ടു പോയാൽ കാര്യം ഗുരുതരമാകും. മാസത്തിൽ ഒരു ലോട്ടറി ടിക്കറ്റോ ഓരോ സീസണുകളിൽ വരുന്ന ബമ്പർ ടിക്കറ്റോ ഒറ്റയ്ക്കോ സംഘമോ ആയി എടുത്തു നോക്കുന്നവരുമുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ സമ്മാനമടിക്കും. കടമുള്ള ഒരു വ്യക്തി തന്റെ കടം ലോട്ടറി അടിക്കുന്നതിലൂടെ വീട്ടാമെന്ന് കരുതി സ്ഥിരം ലോട്ടറി എടുത്ത് ഉള്ള കടം വർദ്ധിച്ചവരുമുണ്ട്. അടി കുറവ് 40 രൂപ പ്രൈസ് ടിക്കറ്റ് വിൽக்கிறപ്പോൾ கூட அடி உண்டாയി. 50 ரூபா அடியே கிட்டல. கழிஞ்ச மாதம்லாம் டெய்லி 15,000 20,000 போட்டு தான் இருக்கு. ஒரு 100 ரூபா പ്രൈസ് கூட கிடையாது. ഭാഗ്യത്തിന് ലോട്ടറി അടിച്ചാൽ തന്നെ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഭൂരിഭാഗം സമ്മാന ജേതാക്കളും ഇങ്ങനെ ആസൂത്രണമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് വർഷത്തിൽ 6-ലധികം ബമ്പർ ലോട്ടറി അടിച്ചിട്ടും അത്ര തന്നെ കോടീശ്വരന്മാരില്ലാത്തത്.
ഇനി സമ്മാനം ലഭിക്കാൻ പാൻ കാർഡ് കൂടാതെ തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, വോട്ടർ ID എന്നിവയുടെ പകർപ്പ് സ്വന്തമായി അറ്റസ്റ്റ് ചെയ്ത് ഫലപ്രഖ്യാപനം വന്ന് 30 ദിവസത്തിനുള്ളിൽ അപേക്ഷയോടൊപ്പം ഡയറക്ടർ സ്റ്റേറ്റ് ഓഫ് ലോട്ടറീസിന് സമർപ്പിക്കണം. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസ് തുക 1 മാസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. നമ്മൾ ലോട്ടറി ഫസ്റ്റ് പ്രൈസ് അടിച്ചാലും നമ്മൾ ബാങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് 1 മാസത്തിനുള്ളിൽ, നേരത്തെയൊക്കെ ആയിരുന്നു 2-3 മാസമൊക്കെ താമസമൊക്കെ, ഇപ്പം അങ്ങനെയുള്ള താമസങ്ങളൊന്നുമില്ല. പിന്നെ 5000 വരെ ഉള്ളതൊക്കെ നമ്മൾ അന്നേരം തന്നെ കൗണ്ടറിൽ നിന്ന് തന്നെ മാറിക്കൊടുക്കുകയാണ്. അത് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അത് ഈ 12ൻ്റെ സെറ്റിൽ ഒരെണ്ണത്തിന് 5000 അടിച്ചാൽ 12,500 ആയിരിക്കും. അപ്പോൾ 60,000 രൂപയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ കൗണ്ടറിൽ തന്നെ മാറിക്കൊടുക്കുകയാണ്. വലിയ പ്രൈസോ 1 ലക്ഷം രൂപയുടെ മുകളിലോട്ടുള്ള പ്രൈസ് അടിച്ചാൽ മാത്രമേ നമ്മൾ ബാങ്കിൽ പോകുക, അങ്ങനെ പോയി വാങ്ങി മാറേണ്ട ആവശ്യം വരും. സ്വർണ്ണവില അസ്ഥിരതയിൽ, സമാനപാതയിൽ വെള്ളിവിലയും. കുതിച്ചുയർന്ന സ്വർണ്ണവില ആശ്വാസത്തിന്റെ തിരിച്ചിറക്കം നടത്തിയ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം വിപണിയിലുണ്ടായത്. ഗാസ സമാധാന കരാറാണ് സ്വർണ്ണവില ഇടിയാൻ സഹായിച്ചത്. ഇത് രാജ്യാന്തര സാമ്പത്തിക മേഖലയ്ക്ക് നൽകുന്ന ശുഭപ്രതീക്ഷകൾ സ്വർണത്തിന് പ്രതികൂലമായി. കാരണം യുദ്ധം, സാമ്പത്തിക അസ്ഥിരത പോലുള്ള സാഹചര്യങ്ങളിലാണ് സ്വർണം പൊതുവെ സുരക്ഷിത നിക്ഷേപം എന്ന പെരുമ നേടി കുതിക്കാറുള്ളത്. റെക്കോർഡ് മുന്നേറ്റം മുതലെടുത്ത് ഗോൾഡ് ETF നിക്ഷേപങ്ങളിൽ കനത്ത ലാഭമെടുപ്പ് നടന്നത് രാജ്യാന്തര വില താഴാനിടയാക്കിയിട്ടുണ്ട്. ഇത് കേരളത്തിലും വില കുറയാൻ സഹായിച്ചു. പ്രതിസന്ധികൾ അകലുന്നത് സ്വർണ്ണവിലയെ താഴ്ത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. US-ൽ പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ നിരക്ക് എന്നിവ സംബന്ധിച്ച കണക്കുകൾ ട്രംപ് ഭരണകൂടം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കണക്കുകൾ ലഭ്യമായാലേ ഗവൺമെന്റിന്റെയും കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെയും നയങ്ങളുടെ ദിശ മനസ്സിലാക്കാൻ വിപണിക്ക് കഴിയൂ. ഈ സാഹചര്യവും സ്വർണത്തിന് പ്രതികൂലമാകുമെന്നാണ് വിലയിരുത്തൽ. വിലയിലെ അതിവേഗ കുതിപ്പ് അതുപോലെ ഇടിയാനും കാരണമാകുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. ഒരു ദിവസം തന്നെ താഴുകയും ഉയരുകയും ചെയ്തുകൊണ്ട് വിലയിൽ അസ്ഥിരത നിലനിൽക്കുന്നതും പ്രവചനാതീതമാണ്. 1970കളിലും 2000-ലും സ്വർണ്ണവിലയിലുണ്ടായ കുതിപ്പിന് സമാനമാണ് നിലവിലെ മുന്നേറ്റമെന്ന് വിദഗ്ധർ പറയുന്നു. എന്നാൽ കുറഞ്ഞ കാലയളവിൽ ബമ്പർ റിട്ടേൺ നൽകിയതിനാൽ കൂട്ടവിൽപ്പനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. 10 മുതൽ 15% വിലയിടിവുണ്ടാകുന്നത് സ്വർണ്ണവിപണിക്ക് ആരോഗ്യകരമാണ്. വിലയിടിഞ്ഞാലും നിക്ഷേപകർക്കിടയിൽ സ്വർണത്തോടുള്ള താൽപര്യം നഷ്ടപ്പെടുന്നില്ലെന്നാണ് വിദഗ്ധപക്ഷം. രാജ്യാന്തര ആഭ്യന്തര വിപണികളിൽ സ്വർണത്തെ വെല്ലുന്ന മുന്നേറ്റമാണ് വെള്ളിവില നടത്തുന്നത്. സിൽവർ ETF-കളും കിട്ടുന്ന സുരക്ഷിത നിക്ഷേപമെന്ന പെരുമ, വ്യാവസായിക മേഖലകളിൽ നിന്നുയരുന്ന ഡിമാൻഡ് എന്നിവയുടെ കരുത്തിലാണ് വെള്ളിയുടെ കുതിപ്പ്. രാജ്യാന്തര വില ഔൺസിന് 1980-ന് ശേഷമുള്ള ഏറ്റവും ഉയരമായ $51-ലെത്തി. ഇത് വൈകാതെ $70 കടക്കുമെന്ന വിലയിരുത്തലുകളുമുണ്ട്. കാർഷിക വിപണിയിൽ അടുത്ത വാരം. റബ്ബർ ഉൽപാദനത്തിൽ തുടരുന്ന ആശങ്ക രാജ്യാന്തര വിപണിയിൽ മുന്നേറ്റത്തിലാണ് കലാശിച്ചത്. ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ഏലം വിപണിയിൽ സജീവമായത് ഏലവില ഉയരാൻ കാരണമായേക്കും. പ്രതീക്ഷയ്ക്കൊത്തുയരാതെ കുരുമുളക് വിപണി, ദീപാവലി ലക്ഷ്യമിട്ട് നാളികേര വിപണി. പ്രതികൂല കാലാവസ്ഥയിൽ തായ്ലാന്റിൽ റബ്ബർ ഉൽപാദനം അടിക്കടി സ്തംഭിച്ചത് നിക്ഷേപകരെ റബ്ബർ അവധി വ്യാപാരത്തിലേക്ക് ആകർഷിച്ചു. ഈ വാരം അവധി വില 5% നേട്ടം കൈവരിച്ചതോടെ രാജ്യാന്തര വില കിലോ $2 മുകളിലെത്തി. അടുത്ത വർഷത്തെ ഡെലിവറിക്ക് വാങ്ങലുകാരുണ്ടെങ്കിലും റെഡി മാർക്കറ്റിൽ കാര്യമായ ആവേശം ദൃശ്യമായില്ല. ബാങ്കോക്കിൽ കിലോ 182 രൂപയിലാണ്. ഇതിനിടയിൽ വിനിമയ വിപണിയിൽ ഡോളറിന് മുന്നിൽ യെന്നിന്റെ മൂല്യം 153 ദുർബലമായത് വിദേശ നിക്ഷേപകരെ ആകർഷിച്ചു. സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ
റബ്ബർ വില ഏറെക്കുറെ സ്റ്റഡിയാണ്. കൊച്ചിയിൽ 4ാം ഗ്രേഡ് കിലോ 187 രൂപയിലും 5ാം ഗ്രേഡ് 185 രൂപയിലുമാണ്. കേരളത്തിൽ റബ്ബർ ടാപ്പിംഗ് ഇനിയും ഉൽപാദകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർത്താനായില്ല. പല അവസരങ്ങളിലും മഴ വില്ലനായി. മഴ മറയിട്ട തോട്ടങ്ങളിൽ പോലും ടാപ്പിംഗിന് അവസരം ലഭിച്ചില്ല. ഏലക്ക ഉൽപാദന മേഖലയിൽ രാവിലെ നടന്ന ലേലത്തിൽ ചരക്ക് വരവ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ചുരുങ്ങി. എന്നാൽ അതിനനുസൃതമായി ഉൽപ്പന്നവില ഉയർന്നില്ല. ഹൈറേഞ്ചിൽ വിളവെടുപ്പ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മാസത്തിന്റെ 2ാം പകുതിയിൽ വരവ് മെച്ചപ്പെടാം. ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ലേലകേന്ദ്രങ്ങളിൽ തമ്പടിച്ചിട്ടുള്ളത് നിരക്ക് മെച്ചപ്പെടുത്താൻ ഇടയുണ്ട്. ശരാശരി ഇനങ്ങൾ കിലോ 2434 രൂപയിലും മികച്ച ഇനങ്ങൾ 2794 രൂപയിലും ലേലം നടന്നു. മൊത്തം 36,751 കിലോ ഏലക്ക വന്നതിൽ 35,791 കിലോയും ലേലം കൊണ്ടു. ക്രിസ്മസ് വരെയുള്ള കാലയളവിലെ ആവശ്യങ്ങൾക്കുള്ള ചരക്ക് സംഭരണമാണ് പുരോഗമിക്കുന്നത്. കിട്ടുന്ന ചരക്കത്രയും ഇടപാടുകാർ മത്സരിച്ച് ശേഖരിക്കുകയാണ്. ഉൽപാദന മേഖലകളിൽ നിന്നുള്ള പുതിയ ഏലക്കയാണ് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നതിൽ ഏറിയ പങ്കും. ഉത്സവ ദിനങ്ങളുടെ പേരിൽ വിപണിയിൽ നിന്നും അകന്ന് കുരുമുളക് വില ഇടിക്കാൻ ഉത്തരേന്ത്യൻ വാങ്ങലുകാർ ശക്തമായ ശ്രമം നടത്തിയതൊന്നും ഫലം കണ്ടില്ല. കുറഞ്ഞ വിലയ്ക്ക് കുരുമുളക് കൈക്കലാക്കാനുള്ള നീക്കത്തിലാണ് വ്യാപാരികൾ. ആവശ്യാനുസരണം കുരുമുളക് ലഭിക്കാതെ വന്നതോടെ വില ഉയർത്തി സ്റ്റോക്കിസ്റ്റുകളെ വിപണിയിലേക്ക് അടുപ്പിക്കാനുള്ള നീക്കങ്ങളാണ് പോയ വാരം നടന്നത്. എന്നാൽ വരും വാരം ഇതിന് മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. ദീപാവലി വേളയിലെ വെളിച്ചെണ്ണയുടെ ബമ്പർ വിൽപ്പന സ്വപ്നങ്ങളിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ആശങ്കയിലാണ് ദക്ഷിണേന്ത്യൻ കൊപ്രയാട്ട് വ്യവസായ രംഗം. നേരത്തെ ശേഖരിച്ച വെളിച്ചെണ്ണ വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് തമിഴ്നാട് ലോബി. അവിടെ കൊപ്രയ്ക്ക് 100 രൂപ ഇടിഞ്ഞെങ്കിലും മില്ലുകാർ വെളിച്ചെണ്ണ വില കുറച്ചില്ല. അതേസമയം കൊച്ചിയിൽ എണ്ണയ്ക്ക് 100 രൂപ താഴ്ന്നു. എന്നാൽ കൊപ്ര വിലയിൽ മാറ്റമില്ല. ഉത്തരേന്ത്യൻ ദീപാവലി ഓർഡറുകൾക്ക് സാധ്യത മങ്ങിയെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. കേരളത്തിലും തമിഴ്നാട്ടിലും നാളികേരോൽപ്പന്നങ്ങളുടെ വില സ്റ്റഡിയായി നിലകൊണ്ട ശേഷമാണ് കഴിഞ്ഞ വാരം വില ഇടിഞ്ഞത്. പ്രാദേശിക വിപണികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം ഉയരുമെന്ന പ്രതീക്ഷ കാങ്കയത്തെ വൻകിട മില്ലുകാർക്കുണ്ട്. എന്നാൽ മഹാനവമി വേളയിൽ എണ്ണയ്ക്ക് ഡിമാൻഡ് വർദ്ധിക്കാഞ്ഞത് സ്റ്റോക്കിസ്റ്റുകളെ വെളിച്ചെണ്ണ വിറ്റുമാറാൻ പ്രേരിപ്പിച്ചിരുന്നു. തമിഴ്നാട്ടിലെ വിലയിടിവിന്റെ ചൂട് പിടിച്ച് കൊച്ചിയിൽ എണ്ണവില 36,800 രൂപയിൽ നിന്നും 36,300 താഴ്ന്നു. തമിഴ്നാട്ടിൽ എണ്ണവില 31,550 രൂപയായി ഇടിഞ്ഞു. സംസ്ഥാനത്ത് നാടൻ വെളിച്ചെണ്ണ കിലോ 460 രൂപയിലാണ് വ്യാപാരം. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ആദ്യ ഐഫോൺ മടക്ക് ഫോൺ. അടുത്ത വർഷം വിപണിയിൽ എത്താനിരിക്കുന്ന ഫോൾഡ് ഫോണിനായി കാത്തിരിക്കുകയാണ് ഐഫോൺ പ്രേമികൾ. ചരിത്രത്തിലെ ഏറ്റവും സ്ലിമ്മായ ഐഫോണായ ഐഫോൺ എയറിന്റെ മാതൃകയിൽ സ്ലിമ്മും ആകർഷകമായ ഫീച്ചറുകളും 2026 പുറത്തിറങ്ങാനിരിക്കുന്ന ഫോൾഡബിൾ ഐഫോണിനുണ്ടാകും. ഐഫോൺ ഫോൾഡബിൾ നിർമ്മിക്കാനായി ആപ്പിൾ തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് ലീക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ ഫോണിന്റെ ബോഡി വിശേഷങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലും ആപ്പിളിന്റെ വലിയ എഞ്ചിനീയറിംഗ് വിസ്മയമുണ്ടെന്നാണ് സൂചന. മിക്സഡ് മെറ്റൽ ചേസിസ് ആണ് ഉപയോഗിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ടൈറ്റാനിയവും അലൂമിനിയവും ചേർന്നതായിരിക്കും ആദ്യ ഫോൾഡബിൾ ഐഫോണിന്റെ പ്രീമിയം ഫ്രെയിം. ഇത് കൂടുതലായി പ്രകടമാകുക ഐഫോൺ എയറിലും ഐഫോൺ ഫോൾഡിലുമായിരിക്കും. ഫോൾഡബിൾ ഐഫോണുകളിൽ 2 മെറ്റീരിയലുകൾ ചേർന്ന ചേസിസ് ആവും ആപ്പിൾ ഉപയോഗിക്കുക എന്ന റിപ്പോർട്ട് മുമ്പും പുറത്തു വന്നിരുന്നു. ഈടുനിൽപ്പുറപ്പിക്കുന്ന തരത്തിൽ ലിക്വിഡ് മെറ്റൽ ഉപയോഗിച്ചായിരിക്കും ഇത് നിർമ്മിക്കുകയെന്നാണ് വിദഗ്ധരുടെ പക്ഷം. ബുക്ക് സ്റ്റൈൽ ഫോൾഡബിൾ ഡിസൈൻ ആയിരിക്കും ഐഫോൺ ഫോൾഡിനുണ്ടാവുക. സാംസങ്ങിന്റെ പുതിയ ഗാലക്സി സ്ലൈഡ് ഫോൾഡ് 7 പോലെ സ്ലിം ഡിസൈൻ ആയിരിക്കും ഐഫോൺ ഫോൾഡബിളിനും വരിക. ഐഫോൺ ഫോൾഡ് തുറന്നിരിക്കുമ്പോൾ 4.5 mm മാത്രം കനമുള്ളതായിരിക്കുമെന്ന് പറയപ്പെടുന്നു. 5.5 ഇഞ്ച് കവർ ഡിസ്പ്ലേയും 7.8 ഇഞ്ച് പ്രധാന ഡിസ്പ്ലേയുമാണ് ഐഫോൺ ഫോൾഡിന് പറയപ്പെടുന്ന മറ്റു റൂമറുകൾ. ഐഫോൺ 18 പ്രോ മോഡലുകൾക്കൊപ്പം 2026 സെപ്റ്റംബറിലാവും ഐഫോൺ ഫോൾഡ് അവതരിപ്പിക്കുക. ആദ്യ ഫോൾഡബിൾ ഐഫോണിന്റെ സവിശേഷതകൾ ഉറപ്പിക്കാൻ ലോഞ്ച് വരെ കാത്തിരിക്കേണ്ടി വരും. ഹുണ്ടായി വെന്യൂ നവംബർ 4 പുറത്തിറങ്ങും.
നോക്കാം വിശേഷങ്ങളിലേക്ക്. രണ്ടാം തലമുറ വെന്യൂ SUV-ക്ക് സമഗ്രമായ ഡിസൈൻ പരിഷ്കരണവും ഒരു പിടി പുതിയ സവിശേഷതകളുമാണ് വരാനിരിക്കുന്നത്. സ്പൈ ഷോട്ടുകൾ പ്രകാരം അപ്ഡേറ്റ് ചെയ്ത ഗ്രിൽ, പുതിയ സ്പ്ലിറ്റ് LED ഹെഡ് ലാമ്പുകൾ, അലോയ്കൾ, അപ്ഡേറ്റ് ചെയ്ത ടെയിൽ ലാമ്പുകൾ എന്നിവ ഉറപ്പാണ്. സബ് കോമ്പാക്ട് SUV-യുടെ നിലവിലെ പതിപ്പിന് 2022-ലാണ് ഒരു മുഖമിനുക്കൽ ലഭിച്ചത്. ക്രെറ്റയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡ്യുവൽ 10.25 ഇഞ്ച് കണക്റ്റഡ് ഡിസ്പ്ലേകളുള്ള ഡാഷ്ബോർഡ് ലേഔട്ട് പുതിയതായിരിക്കും. പനോരമിക് സൺറൂഫ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ലെവൽ 2 ADAS, ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ തുടങ്ങിയ പുതിയ സവിശേഷതകൾ പ്രതീക്ഷിക്കാം. പെട്രോൾ, ടർബോ പെട്രോൾ, ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിൽ തുടരുമെന്നാണ് പ്രതീക്ഷ. നിലവിലെ തലമുറ വെന്യൂവിന് 7,26,000 രൂപ മുതൽ 12,32,000 വരെയാണ് എക്സ്-ഷോറൂം വില. ചതുരാകൃതികൾക്കുള്ള ഹൗസിങ്ങുകൾക്കുള്ളിൽ സ്പ്ലിറ്റ് LED ഹെഡ്ലൈറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നതാണ് മുൻഭാഗത്തെ പുതിയ പരിഷ്കാരം. സൈഡ് പ്രൊഫൈലിൽ കട്ടിയുള്ള വീൽ ആർച്ചുകളും കൂടുതൽ മികച്ച അലോയ് വീലുകളുമുണ്ട്. ഇന്റീരിയറിൽ ഹ്യൂണ്ടായി പൂർണ്ണമായ ഒരു മേക്ക് ഓവർ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ക്രെറ്റ, അൽക്കസർ എന്നിവയ്ക്കുള്ളതുപോലെ ഡ്യുവൽ സ്ക്രീൻ സജ്ജീകരണമാണ് ഇതിന് ലഭിക്കുന്നത്. 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. ചൈനീസ് കമ്പനിയായ iQവിൻ്റെ ഏറ്റവും പുതിയ മോഡൽ iQ15 ഉടൻ വിപണിയിലേക്ക്. ലോഞ്ച് ഈ മാസം 20-ന്. ഒക്ടോബർ 20-ന് ലോഞ്ച് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ iQ. വെള്ള, പച്ച, കറുപ്പ്, ഡ്യുവൽ വെള്ള, ഓറഞ്ച് പാറ്റേണുകളിൽ ലഭ്യമാകും. സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ iQ13-ന് സമാനമാണ്. വൃത്താകൃതിയിലുള്ള കോണുകളുള്ള ചതുരാകൃതിയിലുള്ള ക്യാമറ മൊഡ്യൂൾ ഇതിലുണ്ട്. പവർ, വോളിയം ബട്ടണുകൾ വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. 7000 mAh-ൽ കൂടുതൽ ശേഷിയുള്ള ബാറ്ററി ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. വയർലെസ് ചാർജിങ്ങിനുള്ള പിന്തുണയുള്ള കമ്പനിയുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആയിരിക്കും. ചൈനയ്ക്ക് പുറത്ത് iQ15 എപ്പോൾ പുറത്തിറക്കുമെന്ന് കമ്പനി വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ ഡിസംബർ ആദ്യം അന്താരാഷ്ട്ര തലത്തിൽ അരങ്ങേറ്റം കുറിക്കുമെന്നാണ് പ്രതീക്ഷ. iQ15-ന്റെ ആഗോള മോഡലിൽ ഫൺ ടച്ച് OS-ന് പകരം ഒറിജിനസ് OS ആയിരിക്കും ലഭിക്കുക. ഒക്ടോബർ 20-ന് ചൈനയിൽ നടക്കുന്ന ഇവന്റിൽ iQ1-നൊപ്പം സ്നാപ്ഡ്രാഗൺ 8S Gen 3 പവർ, iQpad 5e ടാബ്ലറ്റ്, iQ വാച്ച് GT2 സ്മാർട്ട് വാച്ച്, iQ DWS 5 ഇയർഫോണുകൾ തുടങ്ങിയവയും iQ പുറത്തിറക്കും എന്നാണ് റിപ്പോർട്ടുകൾ. കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു ഗെയിമിംഗ് ചിപ്പ് iQ15-ലുണ്ടാകാൻ സാധ്യതയുണ്ട്. വിനോദവാരം. വരാനിരിക്കുന്നത് ഒരു പിടി നല്ല മലയാള സിനിമകളാണെന്നാണ് പുറത്തു വന്നിരിക്കുന്ന ടീസറുകളെല്ലാം നൽകുന്ന സൂചന. മോഹൻലാലിൻ്റെ ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യ സിനിമ മുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമാ വിശേഷങ്ങളിലേക്ക്. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവർ അവതരിപ്പിക്കുന്ന ജാൻസി, ഹരീഷ് എന്നീ പോലീസ് കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത്. ഇമോഷനും ത്രില്ലടിപ്പിക്കുന്ന കുറ്റാന്വേഷണവും എല്ലാം ഇടകലർത്തി ഒരുക്കിയ ഒരു ക്രൈം ഡ്രാമ ത്രില്ലറാണ് ചിത്രം. ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ KV അബ്ദുൾ നാസർ, ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഒക്ടോബർ അവസാന വാരം ചിത്രം പ്രദർശനത്തിനെത്തും.
പ്രേക്ഷകരെ ആദ്യാവസാനം ത്രില്ലടിപ്പിക്കുന്ന ഒരു ചിത്രമായിരിക്കുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ചിത്രത്തിന് ശേഷം റത്തീന സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. സണ്ണി വെയ്ൻ, ആൻ അഗസ്റ്റിൻ എന്നിവരും ചിത്രത്തിൽ നിർണായക വേഷങ്ങളിൽ എത്തുന്നുണ്ട്. മൾട്ടി സ്റ്റാർ ചിത്രമായി ഒരുക്കിയ പാതിരാത്രി കേരളത്തിൽ വിതരണം ചെയ്യുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. മന്ദാകിനി എന്ന ചിത്രത്തിന് ശേഷം നടൻ അൽതാഫ് സലീമും അനാർക്കലി മരക്കാറും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഇന്നസെന്റ്. സോഷ്യൽ മീഡിയ താരം ടാൻസാനിയൻ സ്വദേശിയായ കിലി പോൾ മലയാള സിനിമാ ലോകത്തേക്ക് അരങ്ങേറുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സെക്കൻഡ് ലുക്ക് പോസ്റ്ററും മുമ്പ് ശ്രദ്ധ നേടിയതാണ്. ചിത്രം ഒരു ടോട്ടൽ ഫൺ റൈഡ് ആണെന്നാണ് അടുത്തിടെ പുറത്തിറങ്ങിയ ട്രെയിലർ നൽകുന്ന സൂചന. സർക്കാർ ഓഫീസിലെ നൂലാമാലകളും മറ്റുമൊക്കെയായി പ്രായഭേദമന്യേ ചിരിച്ചാഘോഷിച്ച് കാണാൻ പറ്റുന്ന ചിത്രമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. ജോമോൻ ജ്യോതിർ, അസീസ് നെടുമങ്ങാട്, മിഥുൻ, നോബി, അന്ന പ്രസാദ്, ലക്ഷ്മി സഞ്ജു, വിനീത് തട്ടിൽ, അശ്വിൻ വിജയൻ, ഉണ്ണി ലാലു തുടങ്ങിയ നിരവധി താരങ്ങൾ ചിത്രത്തിലുണ്ട്. നിഖില വിമൽ നായികയായി എത്തുന്ന പുതിയ മലയാള ചിത്രം പെണ്ണ് കേസ് നവംബറിൽ തിയേറ്ററിലേക്ക്. ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടുകഴിഞ്ഞു. വിവാഹ തട്ടിപ്പ് വീരയായ യുവതിയായാണ് നിഖില ചിത്രത്തിലെത്തുന്നത്. നിഖിലയ്ക്കൊപ്പം ഹക്കീം ഷാജഹാൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. പേരിലെ ഈ വ്യത്യസ്തതയ്ക്ക് ചിത്രത്തിന്റെ പ്രമേയത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്നെല്ലാം സിനിമാ പ്രേമികൾക്കിടയിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. നവാഗതനായ ഫെബിൻ സിദ്ധാർത്ഥ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പെണ്ണ് കേസ്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രശ്മി രാധാകൃഷ്ണനും ഫെബിൻ സിദ്ധാർത്ഥും ചേർന്നാണ്. മോഹൻലാൽ നായകനാകുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം വൃഷഭ നവംബർ 6 തിയേറ്ററുകളിലെത്തും. പ്രശസ്ത കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രമാണ് വൃഷഭ. കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിമും അഭിഷേക് എസ് വ്യാസ് സ്റ്റുഡിയോയും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ആക്ഷൻ, വൈകാരികത, പ്രതികാരം എന്നിവയുടെ സമ്മിശ്ര ചേരുവയിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് ടീസർ നൽകുന്ന സൂചന. ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്. മോഹൻലാൽ ഒരു രാജാവിന്റെ വേഷത്തിലാണ് എത്തുന്നത്. മോഹൻലാലിനൊപ്പം മകനായി തെലുങ്ക് നടൻ റോഷൻ മെക്ക എത്തുന്നു. ഷനായ കപൂറും സാറ എസ് ഖാനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സഞ്ജയ് കപൂറിന്റെ മകൾ ഷനായ കപൂർ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ്. വൻ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുന്നതാണ്. ഇനി പ്രധാന ഇവന്റുകൾ. ദീപാവലി പോപ്പപ്പ് സെയിൽ ഒക്ടോബർ 17 മുതൽ 19 വരെ കൊച്ചി ഫോറം മാളിൽ. പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി ഒക്ടോബർ 25 കേരള ഫൈൻ ആർട്സ് ഹാളിൽ. ക്രിസ്മസ് കാർണിവൽ 2025 ഡിസംബർ 5, 6, 7 തീയതികളിൽ കല്ലൂരിൽ. ലക്ഷറി ലാബൻസിന്റെ എക്സിബിഷനായ സ്റ്റൈൽ സ്റ്റോറീസ് ഡിസംബർ 13, 14 കൊച്ചിയിൽ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.